നമസ്കാരം. നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, അതായത് EMFനെ കുറിച്ചും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കണം, ശരിയല്ലേ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു സോഴ്സ് ഓഫ് EMFും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ EMFിൻ്റെ സോഴ്സുകൾ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സെല്ല്, ബാറ്ററി, അതുപോലെ തന്നെ ജനറേറ്റർ, ഇല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലിനെ കുറിച്ചാണ്. സെല്ലെന്ന് പറഞ്ഞാൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സാണ്. ചെറിയ വോൾട്ടേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സെല്ല് കൊടുത്താൽ മതി. അതേസമയം ഒരു സർക്യൂട്ടിൽ ഹൈ വോൾട്ടേജ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെല്ലിനെ കമ്പൈൻ ചെയ്യണം. സെല്ലിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹൈ വോൾട്ടേജ് കിട്ടും. അപ്പോൾ അങ്ങനെ സെല്ലിനെ കമ്പൈൻ ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് സെൽസിനെ പറയുന്ന പേരാണ് ബാറ്ററി എന്ന് പറയും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ബാറ്ററി കൊടുത്തേച്ചാൽ മതി. അപ്പം ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൽസ്. അതൊരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഹൈ വോൾട്ടേജ് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൽസ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സ്യൂട്ടബിൾ മാനർ. ഇനി എങ്ങനെയാണ് ഈ സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ സെൽസിനെ അറേഞ്ച് ചെയ്താൽ നമുക്കവിടെ ഹൈ വോൾട്ടേജ് കിട്ടും? പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് സെൽസിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെയാണ് ദാറ്റ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ. ഈ ഫിഗർ നോക്കുക, സെൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അതായത് ഒന്നൊന്നിന് പുറകെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സെൽസ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ സെല്ലും ഇവിടെ 3 സെല്ല് കൊടുത്തിട്ടുണ്ട്. 3 സെല്ലും ഒന്നൊന്നിന് പുറകെയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നിൻ്റെ പോസിറ്റീവ് മറ്റേതിൻ്റെ നെഗറ്റീവിലേക്ക്, അതിൻ്റെ പോസിറ്റീവ് അടുത്തതിൻ്റെ നെഗറ്റീവിലേക്ക്, അങ്ങനെ ആ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കണക്ഷന് പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം ഒന്നൊന്നിന് പുറകെയായിട്ട് ഓരോ സെല്ലും കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള കണക്ഷന് പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. അപ്പം ഒന്നിൽ കൂടുതൽ സെല്ലിൻ്റെ കോമ്പിനേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബാറ്ററി എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്, കറണ്ട്, അതിനൊക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒന്നൊന്നിന് പുറകെയായിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം. ഒന്നിൻ്റെ വോൾട്ടേജ് സപ്പോസ് 1.5 ആണെന്ന് വിചാരിച്ചു, ഒന്നിൻ്റെ വോൾട്ടേജ്. രണ്ടാമത്തെ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എങ്ങനെയായിരിക്കും ടോട്ടൽ വോൾട്ടേജ്? അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് കൂടും. അതായത് അവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എ സം ഓഫ് ദി EMF ഓഫ് ഈച്ച് സെൽ. ഓരോ സെല്ലിൻ്റെയും EMFിൻ്റെ സമ്മ് അല്ലെങ്കിൽ തുകയ്ക്ക് തുല്യമായിരിക്കും അവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഒരു പ്രത്യേകത. ദാറ്റ് ഈസ് ദ ടോട്ടൽ EMF ഓഫ് ദി സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി EMF ഓഫ് ഈച്ച് സെൽ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെല്ലിൽ കൂടെ ഓരോ സെല്ലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സെയിം ആയിരിക്കും. ദ കറണ്ട് പാസിങ് ത്രൂ ഈച്ച് സെൽ ഈസ് സെയിം. ഓരോ സെല്ലിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അവിടെ സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എല്ലാം കൂടെ കണക്ട് ചെയ്തപ്പോൾ എന്താണ് അതിന് നമുക്ക് എന്താ പറയാം? ബാറ്ററി എന്ന് പറയാം. അപ്പം ഈ ബാറ്ററി മൂലം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ആ സർക്യൂട്ടിലൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവിടെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി ഇൻക്രീസസ്. ഇനി വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കുമല്ലോ. അല്ല, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വോൾട്ടേജ് അവിടെ ഹൈ ആണ്, കാരണം ഓരോന്നിൻ്റെ സമ്മാണല്ലോ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറൻറ്റും അവിടെ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് എ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ് വിത്ത് ദ ഹൈ വോൾട്ടേജ്. ഇവിടെ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നു, അപ്പം ഹൈ വോൾട്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറൻറ്റും ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. മനസ്സിലല്ലോ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ഇതിങ്ങനെ ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സർക്യൂട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ സെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെ ഇതൊരു ബൾബാണല്ലോ. അപ്പം ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബൾബ് അവിടെ ഗ്ലോ ചെയ്യും. ചെയ്യുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? സർക്യൂട്ടിലെ എന്തുമാത്രം വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നെഗറ്റീവിലേക്കും ഇത് പോസിറ്റീവിലേക്കുമാണ്
കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു സപ്പോസ് ഒരു 1.5 ഒരു സെല്ല് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അവിടെ ഉണ്ടാവും. ആ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബൾബിന് അക്രോസ് ആയിട്ടുണ്ടാകുന്നത്. ദെൻ നമ്മൾ വേറെ ഒരു സെല്ലും കൂടെ കണക്ട് ചെയ്യുകയാണ്. ദെൻ അപ്പോൾ അത് രണ്ടാമത്തെ സെല്ല് കൂടെ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു ബാറ്ററി ആയി. ഇനി രണ്ടാമത്തെ സെല്ല് നമ്മളിവിടെ കണക്ട് ചെയ്തു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? ഇൻറ്റൻസിറ്റി കൂടും. അതിന് കാരണം എന്താണ്? ആ സർക്യൂട്ടിലെ വോൾട്ടേജ് അവിടെ കൂടി ഇല്ലേ? ടോട്ടൽ വോൾട്ടേജ് ഇവിടെ കൂടിയല്ലോ. ആദ്യമേ 1.5 ഒരു സെല്ല് കണക്ട് ചെയ്തു, അപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു സെല്ലും കൂടെ കണക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് അവിടെ കൂടി. നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഇ എം എഫ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് കൂടി, അതനുസരിച്ചിട്ട് എന്താണ്? ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഇനി ഒരെണ്ണം കൂടെ നമ്മൾ കണക്ട് ചെയ്യുക, ഒരു സെല്ലും കൂടെ കണക്ട് ചെയ്തു. അപ്പോഴും എന്ത് സംഭവിക്കും? ഇനി ഒരെണ്ണം കൂടെ കണക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് അവിടെ ഇൻക്രീസ് ചെയ്തു. അതനുസരിച്ചിട്ട് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ സെല്ലും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ വോൾട്ടേജും കൂടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഈ വോൾട്ട്മീറ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് എ ടോട്ടൽ ഇ എം എഫ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഇ എം എഫ് ഓഫ് ദി സെൽ. ദാറ്റ് ഈസ് ടോട്ടൽ വോൾട്ടേജിനെ നമ്മൾ വി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഇ എം എഫ് ഓഫ് ദി സെൽ. ദാറ്റ് ഈസ് V1 + V2 + V3 എന്ന് എടുക്കാം. അതായത് ഒരു സെല്ലിൻ്റെ ഇ എം എഫ് V1, അടുത്തതിൻ്റെ V2, അടുത്തതിൻ്റെ V3 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടോട്ടൽ ഇ എം എഫ് ഇസ് ദ സം ഓഫ് ദി ഇ എം എഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ സെൽസ്. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? കറണ്ട് പാസിങ് ത്രൂ ഈച്ച് സെൽ. ഓരോ സെല്ലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് അവിടെ സെയിം ആയിരിക്കും സീരീസ് കണക്ഷനിൽ. അത് ഓർത്തിരിക്കും കേട്ടോ. സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഓരോ സെല്ലിൽ കൂടെ പാസ് ചെയ്യുന്ന, അതായത് ഓരോ സെല്ലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതായത് ഈ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ഇൻക്രീസസ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലല്ല? ബാറ്ററി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സർക്യൂട്ടിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് അവിടെ കൂടുതലായിരിക്കും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഇല്ലേ? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണ്? സർക്യൂട്ടിലെ കറണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട് ഇവിടെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഹൈ വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ ഹൈ വോൾട്ടേജിനനുസരിച്ചിട്ട് ആ സർക്യൂട്ടിലെ കറണ്ടും എങ്ങനെയായിരിക്കും? കറണ്ട് ഓൾസോ increases. അപ്പോൾ എന്താ പറയുക? ദാറ്റ് ഈസ് കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ്. എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ്. കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ്. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. മനസ്സിലായല്ലോ? അപ്പം സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക എന്താണ്? ഓരോ സെൽസും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒന്നൊന്നിന് പുറകെ ആയിട്ടത് ഒന്നിൻ്റെ പോസിറ്റീവ് ഒന്നിൻ്റെ നെഗറ്റീവിലേക്ക് അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. പോസിറ്റീവ് തമ്മിൽ കണക്ട് ചെയ്യാൻ പാടില്ല. ഒന്നിൻ്റെ പോസിറ്റീവ് ഒന്നിൻ്റെ നെഗറ്റീവിലേക്ക് ആ രീതിയിൽ ഒന്നൊന്നിന് പുറകെ ആയിട്ട് കണക്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ സീരീസ് കണക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ സീരീസ് കണക്ഷനിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് എ സം ഓഫ് ദി ഇ എം എഫ് ഓഫ് ഈച്ച് സെൽ. ഓരോ സെല്ലിൻ്റെയും ഇ എം എഫിൻ്റെ സം ആയിരിക്കും അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറണ്ട്, ആ ഓരോ സെല്ലിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് അവിടെ സെയിം ആയിരിക്കും. സീരീസ് കണക്ഷൻ. This is a method of connecting cells one after the other in such a way that the positive of one cell is connected to the negative of another cell. Features. The total EMF is a sum of the EMF of all the cells. The current passing through each cell is the same. The internal resistance developed in the circuit by the battery increases. The current in the external circuit increases under high voltage. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ നോക്കാം. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? 3 സെല്ലുകൾ സമാന്തരമായിട്ട് രീതിയിൽ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ പോൾസുകളെല്ലാം 3ൻ്റെയും പോൾസുകൾ, അതായത് സെയിം പോളുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇല്ലേ? പോസിറ്റീവ് ടെർമിനൽ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് പോൾസ് ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നില്ലേ? അതായത് അങ്ങനെയുള്ള കണക്ഷൻ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. സമാന്തര രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ഇതിൻ്റെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോൾസുകൾ പോസിറ്റീവ് പോളെല്ലാം മുന്നിലേക്കും അതുപോലെ തന്നെ നെഗറ്റീവ് പോള് വേറൊന്നിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ.
ഇനി ഈ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ഓരോ സെല്ലിൻ്റെയും ഇ എം എഫ് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓരോ സെല്ലിൻ്റെയും ഇ എം എഫ് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ഇ എം എഫ് ഓഫ് ഇൻഡിവിജ്വൽ സെൽ. അതായത് ഓരോ സെല്ലിൻ്റെയും ഇ എം എഫ് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലുണ്ടാകുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സെൽ, ആ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ ഇ എം എഫിന് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ 1.5 ആണ് ഓരോന്നിൻ്റെ ഇ എം എഫ് എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് 1.5 തന്നെയായിരിക്കും. മനസ്സിലല്ലോ, അതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഓൾ ദ സെൽസ് ആർ ദ സെയിം ഇ എം എഫ് ദെൻ ദ ടോട്ടൽ ഇ എം എഫ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി സിംഗിൾ സെൽ, ഇ എം എഫ് ഓഫ് സിംഗിൾ സെൽ. മനസ്സിലായല്ലോ, അതാണ് ഒരു പ്രത്യേകത. ഇനി അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കറൻറ്റ്, അതായത് ഈ സർക്യൂട്ട് പാസ് ചെയ്യുന്ന കറൻറ്റ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതായത് ഓരോ സെല്ലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ സെല്ലിൽ കൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് അവിടെ ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഈ ബാറ്ററി മൂലം ഡെവലപ്പ് ചെയ്യുന്ന അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏത് ലോ വോൾട്ടേജിലും, അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഏതാണ് സെയിം, എല്ലാത്തിൻ്റെ ഇ എം എഫ് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അതിൽ ഒരു ഇ എം എഫിൻ്റെ വാല്യൂവിന് സെയിം ആണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ 1.5 വെച്ചിട്ടാണ് അവിടെ ഓരോന്നിൻ്റെ ഇ എം എഫ് എങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എത്രയായിരിക്കും, 1.5 തന്നെയായിരിക്കുമല്ലോ. സിംഗിൾ ഇ എം എഫിൻ്റെ വാല്യൂ തന്നെയായിരിക്കും അവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ എന്താണ് ലോ വാല്യൂ അല്ലേ, 1.5 എന്ന് പറയുമ്പോൾ ലോ വാല്യൂ ആണല്ലോ. അപ്പം ആ ലോ വാല്യൂ ഉള്ള വോൾട്ടേജിലും കൂടുതൽ കറണ്ട് കൂടുതൽ സമയം അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷൻ നമുക്കൊരു ഡയഗ്രമായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മളിവിടെ ഒരു വോൾട്ടേജ് കൊടുത്തു, ഈ വോൾട്ടേജ് നമ്മൾ 3 സെല്ലിലേക്ക് പാസ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാം, ഇങ്ങനെ ഒരെണ്ണം കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഈ രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടെ കൊടുക്കുന്ന അപ്പോൾ ഇവിടെ നമ്മളൊരു ഇ എം എഫ് കൊടുത്തു. അപ്പം ഈ ഇതിൽ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കറണ്ട് ഓരോ സെല്ലിൽ കൂടെയും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ സെല്ലിൽ കൂടെയും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവിടെ കറണ്ട് പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പം അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഈ രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഓരോ സെല്ലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയി. കറണ്ട് ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു സെല്ലിൽ കൂടെ പോകുന്ന കറണ്ട്, ഇപ്പോൾ സപ്പോസ് ഐ കറണ്ടാണ് ഇതിൽ വഴി പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ വഴി പോകുന്ന കറണ്ട് I1 ആയിരിക്കും. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് I2 ആയിരിക്കും. ഇതിൽ വഴി പോകുന്ന I3. അങ്ങനെ ഈ രീതിയിലായിരിക്കും കറണ്ട് അതിലും കൂടെ പാസ് ചെയ്യുന്നത്. മനസ്സിലല്ലോ. അപ്പോൾ ഇതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ, ആ ലോ വോൾട്ടേജ് ആണെങ്കിൽ ആ ലോ വോൾട്ടേജിൽ കൂടുതൽ സമയം ആ കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ, കൂടുതൽ കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യാൻ ഈ പാരലൽ കോമ്പിനേഷന് കഴിയും. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് എ പാരലൽ കോമ്പിനേഷൻ. അപ്പം കറണ്ട് അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കറണ്ട് കൂടുതൽ സമയം ആ സർക്യൂട്ടുകൂടെ ഫ്ലോ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ ഉണ്ടല്ലോ, വീട്ടിലെ കണക്ഷനെല്ലാം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ കണക്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ പാരലൽ കോമ്പിനേഷനിലാണ്. എക്യുപ്മെൻറ്റ്സ് എല്ലാം സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ആ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാ ഡിവൈസിൽ കൂടെയും ഒരുപോലെ തന്നെയായിരിക്കും അവിടെ ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. ഇപ്പോൾ നമുക്കൊരു 4 സെല്ല് ഉപയോഗിച്ചിട്ട്, അതായത് 1.5ൻ്റെ ഒരു 4 സെല്ല് ഉപയോഗിച്ചിട്ട് ഒരു 3 വോൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചു. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം 1.5ൻ്റെ 4 സെല്ല് ഉപയോഗിച്ചാൽ ടോട്ടൽ വോൾട്ട് എങ്ങനെയായിരിക്കും, കൂടും ഇല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഈ 1.5ൻ്റെ 4 സെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 വോൾട്ട് കിട്ടണം. 1.5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1.5ൻ്റെ 4 സെൽസിൻ്റെ പറയുമ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എത്ര ടോട്ടൽ വോൾട്ട് എന്ന് വെച്ചാൽ 6 വരും ഇല്ലേ. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 6 വരും. പക്ഷെ നമുക്ക് ഈ 4 സെല്ല് ഉപയോഗിച്ചത് 1.5ൻ്റെ 4 സെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 3 വോൾട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു 1.5 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു 1.5 വോൾട്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എത്രയായി, 3 ആയി ഇല്ലേ. നമുക്ക് ഈ 4 സെല്ലും കൂടെ സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്യണം. 4 സെല്ലും കൂടെ സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ട ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്,
3 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 സെല്ല് നമ്മൾ കണക്ട് ചെയ്തു, 2 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, 2 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് 3 ആയി. ഇനി അടുത്ത ഒരു 2 സെല്ലും കൂടെ നമ്മൾ അതിൻ്റെ താഴെ, അതായത് പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയായി? 3 ആയി. അപ്പോൾ ഇത് രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്കവിടെ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും? 3 ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലേ? അത് 4 സെല്ലുകൾ 1.5ൻ്റെ 4 സെല്ലുകൾ ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു 3 വോൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ദിസ് ഈസ് എ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജ് അവിടെ കുറയ്ക്കാൻ സാധിക്കും. നമ്പർ ഓഫ് സെൽസ് ഉപയോഗിച്ചിട്ട് നമുക്കവിടെ വോൾട്ടേജ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ലോ വോൾട്ടേജിൽ കൂടുതൽ കറണ്ട് കൂടുതൽ സമയം നമുക്ക് സർക്യൂട്ടിൽ അവൈലബിൾ ആക്കാൻ സാധിക്കും. അതാണ് ഈ പാരലൽ കണക്ഷൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ പോളുകൾ അല്ലേ, സെല്ലിൻ്റെ ഒരേ പോളുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ EMF ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ EMF എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരെണ്ണത്തിൻ്റെ EMFന് തുല്യമായിരിക്കും. ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്താണ്ട് പോകുന്നു, ഓരോ സെല്ലിൽ കൂടെയും കറണ്ട് സ്പ്ലിറ്റ് ചെയ്താണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ദെൻ അതുപോലെ തന്നെ ലോ വോൾട്ടേജിലും കൂടുതൽ കറണ്ട് കൂടുതൽ സമയം ഒരു സർക്യൂട്ടിൽ നമുക്ക് അവൈലബിൾ ആക്കാൻ ഈ പാരലൽ കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിയും. Parallel connection. This is a method of connecting similar poles together. Features. If all the cells have equal EMF, then the EMF of the circuit is the same as that of a single cell. The total current flowing in a circuit splits up and flows through each cell. The internal resistance of the circuit is very low. More current can be made available for a longer time under low voltage. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മോഷൻ ഓഫ് ചാർജ് ക്രിയേറ്റ്സ് കറണ്ട് അല്ലേ? കറണ്ട് എങ്ങനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ചാർജിൻ്റെ ഫ്ലോ മൂലമാണ് കറണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോ മൂലമാണ് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Q വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടെ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തിൽ എന്തുമാത്രം ചാർജ് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എ കറണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. മനസ്സിലായല്ലോ? അപ്പം കറണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എന്തുമാത്രം ചാർജ് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റീനെ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ഇലക്ട്രിക് കറണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് I വെച്ചിട്ടാണ്, ലെറ്റർ ക്യാപിറ്റൽ I വെച്ചിട്ടാണ് കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ചാർജിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ചാർജിനെ Q വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ദെർഫോർ കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. മനസ്സിലായല്ലോ? T is a time in second. Therefore, this is a equation representing electric current or intensity of current. I is equal to Q/T. അപ്പോൾ that is current or intensity of current is a quantity of charge that flows through a conductor in 1 second. That is a current. I is equal to Q/T. മനസ്സിലായല്ലോ? Where Q is a charge in coulomb, T is a time in second. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. I is equal to Q/T. ഇനി വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കൂളംബാന്ന് പറഞ്ഞു. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണെന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂളംബ് പെർ സെക്കൻഡ്. കൂളംബ് പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് കറണ്ട്. അല്ലെങ്കിൽ നമുക്കിതിനെ പറയാം ദാറ്റ് ഈസ് ആംബിയർ. ആംബിയർ ഈസ് എ യൂണിറ്റ് ഓഫ് കറണ്ട്. ആംബിയറിനെ നമ്മൾ ക്യാപിറ്റൽ A വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ കറണ്ട് എന്താണെന്ന്? ദാറ്റ് ഈസ് കറണ്ട് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു Q/T. ദെൻ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് കൂളം പെർ സെക്കൻഡ് ഓർ ആംബിയർ. ദാറ്റ് ഈസ് എ ഇലക്ട്രിക് കറണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. Ammeter. Ammeter is a device used to measure the current in a circuit. The positive terminal of it must be connected directly to the positive of the cell and the negative terminal to the negative of the cell.
Ammeter should be connected in series in the circuit. The needle of the device moves in accordance with the current in the circuit. We can measure the current by checking the position of the needle. Unit of current is ampere. It is also written as coulomb per second. Milliampere and microampere are smaller units of current. The symbol of ammeter is given below. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കുക. എന്തൊക്കെയാണ്? ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു ബൾബുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു എ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ അമീറ്റർ ആണ്. ഒരു സർക്യൂട്ടിൽ നമ്മൾ അമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞല്ലോ, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമീറ്റർ എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് എന്തുമാത്രം ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് അമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമീറ്ററും ഇതുപോലെ തന്നെ അമീറ്ററിന് പോസിറ്റീവ് ടെർമിനലുണ്ടാവും, നെഗറ്റീവ് ടെർമിനലുണ്ടാവും. പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്യുക, നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവിനോടും കണക്ട് ചെയ്തിരിക്കുക. മനസ്സിലായല്ലോ? അപ്പം ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു ബൾബുണ്ട്, ദെൻ ഒരു സ്വിച്ച്, ഒരു അമീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അമീറ്റർ എപ്പോഴും ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വോൾട്ട്മീറ്റർ എപ്പോഴും എക്രോസ് ആയിട്ടാണ്, എവിടെയാണോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യേണ്ടത് അതിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തത്. പക്ഷേ അമീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ്, സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് നമ്മൾ അമീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അതും ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ ആ സെല്ലിൽ ഒരു 1.5 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബൾബ് അവിടെ ഗ്ലോ ചെയ്യും, ഇല്ലേ? അപ്പം ബൾബ് ഗ്ലോ ചെയ്തു. അപ്പോൾ എന്തുമാത്രം കറണ്ട് ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്നുള്ളത് നമുക്ക് അമീറ്റർ നോക്കിയാൽ, അമീറ്ററിലെ റീഡിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു സെല്ലും കൂടെ ആഡ് ചെയ്യുക, 2 സെല്ല് ആഡ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അപ്പോഴും അവിടെ ഉണ്ടാകുന്ന അമീറ്ററിലെ റീഡിങ് ചെക്ക് ചെയ്യുക. അമീറ്ററിൽ റീഡിങ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അത് കൂടിയിരിക്കുന്നത് മനസ്സിലാക്കാം, ഇല്ലേ? ഇനി ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുക, ഒരു സെല്ലും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റൻസിറ്റി പിന്നെയും കൂടും. അതനുസരിച്ച് എന്താണ് അമീറ്റർ റീഡിങ് എങ്ങനെയാണ്? അമീറ്ററിൻ്റെ റീഡിങ്ങോടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട്, അതായത് ബാറ്ററി നമ്പർ ഓഫ് സെൽസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് അവിടുത്തെ കറൻറ്റും കൂടുകയാണ് ചെയ്യുന്നത്. ശരിയാണല്ലോ? അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ബൾബും ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടിക്കൊണ്ടിരിക്കും, ഇല്ലേ? നമ്പർ ഓഫ് സെൽസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതായത് കറണ്ട് ഈസ് ഓൾസോ ഇൻക്രീസസ്, അല്ലേ? കറൻറ്റും അവിടെ കൂടുന്നു, അതായത് മനസ്സിലായല്ലോ? അപ്പം ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുകയാണ്. ഇൻറ്റൻസിറ്റി ഓഫ് ബൾബ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ കറണ്ട്. ആ സർക്യൂട്ടിലെ കറണ്ട് കൂടുന്നതനുസരിച്ചിട്ട് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കി? ദാറ്റ് ഈസ് വോൾട്ടേജ് സെല്ല് കൂടുന്നു, അതായത് വോൾട്ടേജ് അവിടെ കൂടുന്നു. വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അതായത് എന്താണ് കറൻറ്റും അവിടെ കൂടുന്നു. കറണ്ട് കൂടുന്നതുകൊണ്ടാണ് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയതല്ലേ? അപ്പം വോൾട്ടേജും കറൻറ്റും തമ്മിൽ റിലേഷൻ ഉണ്ട്, ശരിയല്ലേ? വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ കറൻറ്റും കൂടുകയാണ്. അതുകൊണ്ടാണ് ആ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാൻ കാരണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കറണ്ട് എന്താണെന്ന് മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് കറണ്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്, അല്ലേ? ദാറ്റ് ഈസ് എ കറണ്ട്. ദെൻ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് കൂളം പെർ സെക്കൻഡ് ഓർ ആംപിയർ. ഒരു പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു 2 കൂളംബ് ചാർജ് ഒരു 10 സെക്കൻഡ് സമയത്ത് ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുകയെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് നമുക്കറിയാം കറണ്ട് I ഈസ് ഈക്വൽ ടു എന്താണ്? Q/T ആണെന്ന് നമുക്കറിയാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ചാർജ് Q തന്നിട്ടുണ്ട്, 2 കൂളംബും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം എന്ന് വെച്ചാൽ 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു Q എത്രയാണ്? ദാറ്റ് ഈസ് 2/10. 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 0.2, അല്ലേ? 0.2 ആംപിയർ കറണ്ട് ആ സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇതൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇക്വേഷൻ ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു Q/T. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പിനേഷൻ ഓഫ് സെൽസ്, അതായത് സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്. അപ്പം ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് അവിടുത്തെ കറൻറ്റും കൂടുകയാണ്. കറണ്ട് കൂടുന്നതുകൊണ്ടാണ് ആ സർക്യൂട്ടിലെ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടാൻ കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കോമ്പിനേഷൻ ഓഫ് സെൽസും അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ
തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ കൂടുതലും ഓൺലൈനായിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.